എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരുപാട് സെമസ്റ്റർ 1 to 6 സെമസ്റ്ററിന്റെ കാര്യം ഞാൻ ഒന്നിച്ചെടുക്കുകയാണ്. വിവിധ സെമസ്റ്ററുകൾ വരുമ്പോൾ പരീക്ഷ 3-ാം സെമസ്റ്റർ വരുമ്പോഴും റിസൾട്ട് വരുമ്പോഴും 1-ാം സെമസ്റ്റർ റിസൾട്ട് വരുമ്പോഴും ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ഈ വീഡിയോ അങ്ങനെയുള്ളതല്ല. 1 to 6 സെമസ്റ്റർ ഏത് സെമസ്റ്റർ പരീക്ഷ റിസൾട്ട് വന്നാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഫെയിലായ വിഷയങ്ങൾ ജയിക്കുന്നു. അതും സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാതെ തന്നെ. എങ്ങനെയാണെന്നല്ലേ വിശദമായ വാർത്തയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 1 മുതൽ 6, 1, 2, 3, 4, 5, 6 ഏത് സെമസ്റ്റർ പരീക്ഷയുടെ കാര്യമെടുത്താലും റിസൾട്ട് വരുമ്പോൾ വിദ്യാർത്ഥികൾ പലതരത്തിൽ അനുഭവിക്കുന്നതായ ഒരു പ്രശ്നം തന്നെയാണ്. പല റിസൾട്ട് വരുമ്പോഴും ആകെ 5 വിഷയമാണുള്ളത്. FIUGP ആണെങ്കിൽ 6. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു വിഷയം മാത്രം ഫെയിലാകുകയും ബാക്കിയുള്ള 5 വിഷയങ്ങൾ അല്ലെങ്കിൽ 4 വിഷയങ്ങൾ വിദ്യാർത്ഥികൾ പാസ്സാകുകയും ചെയ്യുന്നൊരു കാര്യം. അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ വിചാരിക്കും സപ്ലി എഴുതാമെന്ന്. കാരണം റിസൾട്ടിന് എന്ത് ചെയ്തു? ഫെയിലായി. ഇനി സപ്ലി എഴുതുക അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒറ്റൊരു കാര്യമാണ് സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യാതെ പോകുന്നത്. സ്റ്റുഡൻറ്റ് പോർട്ടൽ പല സമയത്തും ചെക്ക് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഓരോ സമയത്തും വിദ്യാർത്ഥികളെ കൃത്യമായി അതാത് ഇൻഫർമേഷൻ വിദ്യാർത്ഥികളിലേക്ക് പാസ് ചെയ്ത് എത്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്റ്റുഡൻറ്റ് പോർട്ടൽ കൃത്യമായി തന്നെ ചെക്ക് ചെയ്യണമെന്നുള്ളത്. അതിന് കാരണമെന്ന് ഞാൻ പറയുന്നത്, പല വിഷയങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ ഫെയിലാകുന്നത് സ്വാഭാവികമാണ്. നിങ്ങൾ ആ ഫെയിലായ വിഷയം ചിലപ്പോൾ പരീക്ഷ പേപ്പർ നോക്കിയപ്പോൾ പാസ്സായിരുന്നേക്കാം. ആ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ പാസ്സായി കാണാറുമുണ്ട്. നിങ്ങളിപ്പോൾ പല സന്ദർഭങ്ങളിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളുടെ കാര്യത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് റിസൾട്ട് വരുമ്പോൾ ഫെയിലാകുന്നു. റിസൾട്ട് വരുമ്പോൾ റിസൾട്ടിൻ്റെ പാസ് എന്ന റിസൾട്ട് സ്റ്റാറ്റസിൽ ഫെയിൽ എന്ന് കാണിക്കുന്നു. എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? വിദ്യാർത്ഥികൾ പാസ്സാകുന്നു. അതേ റിസൾട്ടിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതേ റിസൾട്ട് തന്നെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ വിദ്യാർത്ഥികൾ പാസ്സാകുന്നു. എന്നാൽ ഈ ഫെയിലായ അതേ റിസൾട്ടുള്ള വിദ്യാർത്ഥി തന്നെയാണ് അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ പാസ്സാകുന്നത്. എന്താണ് ഇതിന് കാരണം? എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി പരക്കം പായുന്ന ഒരു സമയമായിരിക്കും റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള ഒരാഴ്ച എന്ന് പറയുന്നത്. ഏതാഴ്ചയാണോ റിസൾട്ട് വരുന്നത് ആ ആഴ്ച യൂണിവേഴ്സിറ്റി അതിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലായിരിക്കും. അപ്പോൾ ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റി വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കാണ് ഫെയിലാകുന്നത്. പേപ്പർ നോക്കിയപ്പോൾ പാസ്സായിരിക്കാം, എന്നാൽ റിസൾട്ട് വരുമ്പോൾ ഫെയിലാകും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ പാസ് എന്നായി മാറുന്നത്? ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് തന്നെയല്ലേ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്? അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകാം. അങ്ങനെയല്ല, നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും 1 to 6 വരെയുള്ള ഏതൊരു സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാലും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, 3 ദിവസം തൊട്ട് ഒരാഴ്ച വരെ എടുക്കും ആ റിസൾട്ട് തന്നെ എന്ത് ചെയ്യാൻ. ഇപ്പോൾ ഞാനിപ്പോൾ പറയാണ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം 3-ാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് പരീക്ഷാഫലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടു. 3 to ഒരാഴ്ചക്കുള്ളിൽ മാത്രമാണ് ആ പുറത്തു വന്ന റിസൾട്ട് എന്ത് ചെയ്യാൻ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരാനുള്ള സമയം എന്ന് പറയുന്നത്. 3 ദിവസം മുതൽ ഒരാഴ്ച വരെ എന്ത് ചെയ്യും? നിങ്ങളുടെ ഇപ്പോൾ ഇന്നൊരു റിസൾട്ട് പുറത്തു വിട്ടു എന്ന് വിചാരിച്ചോ, 3 ദിവസം to ഒരാഴ്ച എടുക്കും അതേ റിസൾട്ട് എന്ത് ചെയ്യാൻ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരാൻ. അപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ എന്തുകൊണ്ട് പാസ്സാകുന്നു? ഈ പ്രൊസീജിയറുകളെല്ലാം വളരെ മെല്ലെയാണ് നടക്കുന്നത്. മെല്ലെ നടക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വിവരം കൃത്യമായിരിക്കും. അതാണ് ഞാൻ തന്നിട്ടത്. ഈ ഒറ്റ കാര്യം സ്ഥിരം ചെയ്ത് നോക്കിയാൽ മതി. എന്ന് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് ഫെയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ A to Z വിവരങ്ങൾ, നിങ്ങളുടെ പ്രവേശനം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം വരെ സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്ന ഒറ്റ
ഒരൊറ്റ പോർട്ടലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ പ്രവേശനം മുതൽ സർട്ടിഫിക്കറ്റ് വരെ ഞാനിപ്പോഴും പറഞ്ഞു, പ്രവേശനം മുതൽ സർട്ടിഫിക്കറ്റ് വരെ A to Z കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ, നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചെക്ക് ദ സ്റ്റുഡൻറ്റ് പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ റിസൾട്ട്. ചെക്ക് ദ സ്റ്റുഡൻറ്റ് പോർട്ടൽ ആൻഡ് ഡെയിലി ക്ലാരിഫൈ യുവർ റിസൾട്ട്. നിങ്ങളുടെ തോറ്റ വിഷയങ്ങളുടെ റിസൾട്ട് എന്ന് വെച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ റിസൾട്ടല്ല, ഈ അടുത്ത് വന്ന പരീക്ഷയുടെ റിസൾട്ടിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് ഫെയിലായിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്നുണ്ടോ നോക്കുക. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാതെ തന്നെ നിങ്ങൾ പാസ്സായി കാണാറുണ്ട്. എല്ലാവരുടെയും കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്നല്ല പറയുന്നത്, ചിലരുടെ കാര്യത്തിൽ മാത്രം, ചില ചുരുക്കം ചിലരുടെ കാര്യത്തിൽ മാത്രം റിസൾട്ട് വരുമ്പോൾ ഫെയിലാകുന്നു. അതേ റിസൾട്ട് തന്നെ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ ആ വിദ്യാർത്ഥി പാസ്സായി മാറുന്നു. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചെക്ക് ദ സ്റ്റുഡൻറ്റ് പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ എക്സാം റിസൾട്ട്സ്. ചെക്ക് ദ സ്റ്റുഡൻറ്റ് പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ റിസൾട്ട്സ്. നിങ്ങൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക. ഈ അടുത്ത് വന്ന റിസൾട്ടുകൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലായി സംഭവിക്കാറുള്ളത്, ഞാനിപ്പോഴും പറയുന്നു, കൂടുതലായി സംഭവിക്കാറുള്ളത് ഒരു വിഷയം ഫെയിലാകുകയും ബാക്കി എല്ലാ വിഷയവും പാസ്സാകും. റിസൾട്ട് വരുമ്പോൾ ഒരു വിഷയം ഫെയിലാകുന്നു, ബാക്കി എല്ലാ വിഷയവും പാസ്സാകുന്നു. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിലൊക്കെ കൂടുതലായും ഇങ്ങനെ സംഭവിച്ച് കാണാറുണ്ട്. ആ ഒരു വിഷയവും പാസ്സായിരിക്കാം, എന്നാൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ 6 വിഷയവും പാസ്സാകും, 5 വിഷയം പാസ്സാകും. അപ്പോൾ ഞാൻ ഉദാഹരണം പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് 5 വിഷയമാണുള്ളത്, 4 വിഷയം റിസൾട്ട് വരുമ്പോൾ 4 എണ്ണം പാസ്സാകുന്നു, 1 എണ്ണം ഫെയിലാകുന്നു. എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ 5 എണ്ണവും പാസ്സായതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഏത് റിസൾട്ടാണ് റിയൽ റിസൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്ന റിസൾട്ടാണ്. സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുന്ന റിസൾട്ടാണ് നിങ്ങളുടെ വിശ്വസനീയവും സത്യസന്ധവുമായ റിസൾട്ട്. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന റിസൾട്ടാണ് വിശ്വസനീയവും സത്യസന്ധവുമായ റിസൾട്ട്. അതിന് കാരണമായിട്ട് ഞാൻ പറയുന്നത് ഒറ്റൊരു കാര്യം തന്നെയാണ്. അതിന് കാരണമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ആ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അഡ്മിഷൻ മുതൽ, പ്രവേശനം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം വരെ, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വിതരണം വരെ ഒറ്റൊരു പോർട്ടലിലൂടെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്നത്. അത് സ്റ്റുഡൻറ്റ് പോർട്ടലാണ്. നിങ്ങളുടെ 1 to 6 സെമസ്റ്ററുടെ റിസൾട്ട്, അഡ്മിഷൻ, റീവാലുവേഷൻ, എക്സാം രജിസ്ട്രേഷൻ, പിന്നെ സർട്ടിഫിക്കറ്റ് വിതരണം, അതുവരെ നിങ്ങൾ ഡിഗ്രി പഠിച്ചിറങ്ങി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഡിഗ്രി പഠിച്ചിറങ്ങി നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയറും സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവസത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ്റ് പോർട്ടൽ കൃത്യമായ രീതിയിൽ ചെക്ക് ചെയ്യുക. ദിവസത്തിൽ ഒരു തവണയെങ്കിലും, നിങ്ങൾക്ക് വലിയ പണിയൊന്നുമില്ല, ദിവസത്തിൽ ഒരു തവണ കയറി സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് എടുക്കുകയുള്ളൂ. ഒരു ദിവസം 5 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സപ്ലി ഇല്ലാതെ തന്നെ പാസ്സായി പോകാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ നെയിം ഇസ് കറിയ, ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.